RSS ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായെന്ന് വെളിപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയ കേസിൽ RSS പ്രവർത്തകൻ നിതീഷ് മുരളീധരനെ പ്രതി ചേർക്കാമെന്ന് നിയമോപദേശം. പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്നും പ്രകൃതിവിരുദ്ധ പീഡനത്തിന് കേസെടുക്കാമെന്നും പോലീസിന് നിയമോപദേശം ലഭിച്ചു. സിജോ വിജോനുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സിജോ, പോലീസിന് ലഭിച്ച നിയമോപദേശം എന്താണ്? ഇനി പോലീസിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും ഈ വിഷയത്തിൽ? ഇന്നലെ വൈകിട്ടാണ് നിതീഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തു വരുന്നത്. അനന്തുവിന്റെ വീഡിയോ പുറത്തു വരുന്നത് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു പോസ്റ്റാണ്. ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പ്രകാരം അതൊരു പ്രധാനപ്പെട്ട തെളിവാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഈ വീഡിയോ പ്രകാരം ഇതിന് നിയമസാധുതയുണ്ട്. ഇത് പ്രകാരം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കേസെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മനു കല്ലമ്പള്ളി നിയമോപദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നെങ്കിൽ ഈ തമ്പാനൂർ പോലീസിന് ഈ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് കേസെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പൊൻകുന്നം പോലീസിന് എടുക്കാം. രണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എടുക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് പൊൻകുന്നത്താണ്. കാരണം ഈ പീഡനം നടന്നിരിക്കുന്നത് ആ സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ്. അതുകൊണ്ട് അവിടെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് പറയുന്നത്. ഇവിടെ വേണമെങ്കിലും എടുക്കാം എന്നുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ എന്നുള്ളൊരു കാര്യമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അത് ചുമത്താം എന്നുള്ളൊരു കാര്യമാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള തെളിവുകൾ അത്തരത്തിൽ അതിനെ ആ വകുപ്പ് ചുമത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള തെളിവുകൾ വന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുകയും ചെയ്യാമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതെന്തായാലും ചെയ്യേണ്ടത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരിക്കും.